ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ നെച്ചുകുളിയുടെ ഡേ 3 ആണ് കേട്ടോ. അപ്പം മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ എൻ്റെ ക്ലീനിങ്. വെച്ചെങ്കിൽ ഒന്നാമത് ടൈമേ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ സ്ലോ ആയിപ്പോകുന്നത്. എല്ലാവരും നെച്ചുകുളി കഴിഞ്ഞിട്ട് വീട്ടിൽ മിണ്ടാണ്ട് കുത്തിരിക്കുന്നുണ്ടാവും. എൻ്റെത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കിച്ചണിൻ്റെ ക്യാബിന് ക്ലീൻ ചെയ്ത്, പിന്നെ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്ത്, പിന്നെ ഇതിപ്പോൾ ലിവിങ് റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ലിവിങ്ങും ഡൈനിങ്ങാണ് ക്ലീൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഏകദേശം ക്ലീനിങ്ങിൻ്റെ തുടങ്ങിയിട്ടാകുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ, തുടങ്ങാനാന്ന് പാട്. തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ പെട്ടെന്നാണ് കേട്ടോ, തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ പെട്ടെന്നാന്നൊരു പണിയാണിത്. അപ്പോൾ വെച്ചെങ്കിൽ സോഫ എല്ലാം ഒന്ന് ക്ലീൻ എടുത്തിട്ട് അങ്ങ് മാറ്റിയിട്ട് ജനലും കർട്ടനെല്ലാം കൊട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ സോഫ എല്ലാം നീക്കിയതിന് ശേഷം കർട്ടൻ പൊക്കിയിട്ട് ജനലൊക്കെ തുറന്നിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈസിലി ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ജനലും കർട്ടൻ ഇതിലൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത് വലിയ ജനലും കർട്ടനെല്ലാം ആയതുകൊണ്ടില്ലേ, നമുക്ക് ഗ്ലാസ്സെല്ലാം വലുതായതുകൊണ്ട് എല്ലായിടത്തും കട്ട് ഗ്ലാസ് ആകുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലത്തെ ജനലും ഗ്ലാസ് അല്ലെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ. ഞാനിതൊക്കെ കണ്ട് തന്നെയാണ് കേട്ടോ ഇതുപോലത്തെ വലിയ ജനൽ വെച്ചത്. കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു, ഇതിനാ ഇത്ര വലിയ ജനൽ, അത് തുറക്കാനല്ല പാടല്ലേന്ന്. പക്ഷെ തുറന്ന് വെച്ചെങ്കിൽ കാറ്റ് വന്നിട്ട് അടിയിൽ നിന്ന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ കൊളുത്തിട്ട് വെച്ചെങ്കിൽ ഒന്നും ആകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈസിയാണ് ക്ലീൻ ആക്കാൻ. ഏറ്റവും വലിയ ഈസി എന്നുള്ളത് ഇതുപോലത്തെ ഗ്ലാസും ഇതുപോലത്തെ ജനലും തന്നെയാണ് കേട്ടോ. പിന്നെ എത്ര ജനലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജനലും തുറന്നു വിടുന്ന ആൾ കുറവന്നെ കേട്ടോ. ഇത് നിങ്ങൾ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ കിച്ചണിൻ്റെ അങ്ങനെ ജനൽ മാത്രമേ എല്ലാവരും തുറന്നു വിടരുള്ളൂ. ഞാനും അതുപോലെ തന്നെ കേട്ടോ. കിച്ചണിൻ്റെ 2 ബെഡ്റൂമിൻ്റെ ജനൽ എപ്പം തുറന്നു വിടും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇങ്ങനെ തുടക്കാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ തുറക്കൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കുറേ പോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് താഴെ വെച്ചിട്ട് എല്ലാം തോർത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒന്നും ഉണ്ടായില്ല കേട്ടോ. എടുത്തിട്ട് ക്ലീൻ ആക്കുമ്പോൾ കരിയും പൊടിയും പഞ്ചലും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. സോഫൻ്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മുന്നേ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തായിരുന്നു. നോമ്പിൻ്റെ സമയത്തല്ല, അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലീൻ ചെയ്തായിരുന്നു. എന്നാലും ഇതുപോലത്തെ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ശേഷം അടിപൊളിയായിട്ടുണ്ട്. ഒരു പുതിയ വീട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത്ര നല്ല ചേലായിന്. പിന്നെ ഇതുപോലത്തെ ഒരു ലാഡർ ഉണ്ടെങ്കിൽ എല്ലാം ഈസി ആയിട്ട് നമുക്ക് തന്നെ വെയ്റ്റ്ലെസ് ലാഡറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ലാഡർ ഉണ്ടെങ്കിൽ എല്ലാം മുകളിൽ കയറിയിട്ട് എല്ലാം ക്ലീൻ ആക്കുന്നതാക്കുകയും ചെയ്യുക. അടിപൊളിയാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് കേട്ടോ. രാവിലെ ഉച്ച വരെ വേറെ എന്തെല്ലാം കുറേ എനിക്ക് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തന്നെയാട്ടോ ഞാൻ ഈ ക്ലീനിങ് പണി തുടങ്ങി തന്നെ. വെച്ചെങ്കിൽ കാട്ടെന്ന് പറഞ്ഞെങ്കിൽ എന്ത് പറയണ്ട, എൻ്റെ പിള്ളേരുടെ ടോയ്സിൻ്റെ ബാക്കി വരുന്ന എല്ലാ ഭാഗവും ഈ സോഫൻ്റെ അടിയിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് ജനലെല്ലാം അടിച്ചതിൻ്റെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അടിച്ചിട്ട് എടുത്തേട്ടാ. പിന്നെ സോഫൻ്റെ ഒന്നും അവസ്ഥ പറയുവാനുണ്ട്. കാണുമ്പോൾ അതേ ഗ്രേ കളറെങ്കിലേ നല്ലോണം മണ്ണുണ്ടായിരുന്നു കേട്ടോ. സോഫ നല്ല പങ്ങനെ തുടച്ചെടുത്ത്. പിന്നെ അത് ഈ ക്ലീനിങ്ങിൻ്റെ അവരിൽ ആ വാക്വം ക്ലീനറിൽ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ആശയാണ് കേട്ടോ. കാരണം അത്രയും മണ്ണും പൊടിയും അങ്ങനത്തെ ആ വാക്വം ക്ലീനറിൽ ക്ലീൻ ചെയ്തങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് കുറേ തുണിയൊക്കെ തുടച്ച് നോക്കി, അത്യാവശ്യം നല്ല മണ്ണെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ സോഫ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നേ ആക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം സോഫ കാണുമ്പോൾ നല്ലോണം മണ്ണുണ്ടായിരുന്നു. സോഫ ഒന്നും ഒരു പ്രാവശ്യം ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ പിള്ളേരെല്ലാം വന്നിട്ട് മണ്ണുംകാരോടെ ഇരിക്കുമ്പോൾ അങ്ങനെ അത്യാവശ്യം അതുകൊണ്ട് നല്ലോണം മണ്ണുണ്ടായിരുന്നു കേട്ടോ. അവർ കയറിയിരിക്കലും തുള്ളലും എല്ലാം ഈ സോഫയുടെ മുകളിൽ കയറി തന്നെയാണ്. ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നല്ല പങ്ങലയിൽ നിന്ന് മണ്ണ് വരുന്നുണ്ടായിരുന്നു. ഞാൻ 2-3 തുണി എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. എല്ലാം ഏകദേശം വൈറ്റ് കളറുള്ളത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചെങ്കിൽ മണ്ണ് എത്ര മണ്ണ് വന്നെന്ന് കാണാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കളർ തുണി എടുക്കാണ്ട് വൈറ്റ് തന്നെ എടുത്തിട്ട് വന്നത്. പിന്നെ ഞാൻ അതിൽ സ്വിച്ച് ബോർഡും വാൾപേപ്പറും ഒന്ന് തുടച്ച് നോക്കി. പക്ഷേ വാൾപേപ്പറിൽ മണ്ണൊന്നും ഉണ്ടായിട്ടില്ല. വാൾപേപ്പർ തുടക്കുമ്പോൾ മണ്ണുണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ഞാൻ തുടച്ച് നോക്കി. പക്ഷേ വാൾപേപ്പറിൽ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോഫയിൽ മാത്രമാണ്. സോഫ ജനൽ ഗ്ലാസ്സാണ് കേട്ടോ അധികം മണ്ണുണ്ടായിരുന്നത്. അങ്ങനെ സോഫ തുടക്കാൻ തന്നെ കുറച്ച് പണിയായിരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഗ്ലാസും കൂടെ സെയിം തുണിയിൽ തന്നെ തുടച്ചെടുത്തിട്ട് കേട്ടോ. ഒന്ന് ചണ്ടിയായിട്ട് മണ്ണും കരിയും ജസ്റ്റ് ഒന്ന് ഫോട്ടോ തുടച്ചെടുത്തതാണ്. പിന്നെ ക്ലീൻ ചെയ്യലെല്ലാം ഗ്ലാസ് ക്ലീനറിൽ തന്നെ കേട്ടോ എല്ലാം ക്ലീൻ ചെയ്യൽ. അതിൽ ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ആരും സാധാരണ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതായിട്ടും ഇതുപോലത്തെ ക്ലീനറിൽ ചെയ്തെങ്കിൽ അടിപൊളിയായിട്ട് ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ആ സംഭവം വാങ്ങാറുണ്ട് കേട്ടോ, ഗ്ലാസ് ക്ലീനർ. പിന്നെ റൂമിൻ്റെ ഗ്ലാസ്സൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു വിടും. കാരണം ഗ്ലാസ് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ തുള്ളി വീണ പോലെ മഴത്തുള്ളി പോലെ വീണിട്ട് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പാലിങ്ങനെ ഗ്ലാസ്സൊക്കെ ഏകദേശം ടൈമിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്യലുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പൊടിയും വണ്ടി റോഡിൽ പോകും വരും അതിൻ്റെ പൊടിയുമ്പം നല്ലോണം പൊടിയാണ് കേട്ടോ വീട്ടിലേക്കല്ലേ. എന്നെ കരിയാണ് ഏടുന്നതിനെ കറുത്ത വെള്ളം വരുന്നത് മാത്രമാണ് അറിയാട്ടത്. അങ്ങനെ അതാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയിട്ടെ കുറച്ച് ക്ലീൻ ആക്കിയിട്ട് അമ്മനുള്ള അവസ്ഥ കണ്ടില്ലേ. ഇതുപോലത്തെ കറുത്ത വെള്ളമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ജനലിൽ അടിപൊളിയായിട്ട് ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ലോണം മണ്ണും പൊടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നല്ല പൊക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, അടിപൊളി. ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഈ ഗ്ലാസ് ക്ലീനറിൽ ക്ലീൻ ചെയ്തിട്ടാ. ഫസ്റ്റ് ടൈം ഞാൻ വെള്ളം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തായിരുന്നു. ഇതുപോലെ ഗ്ലാസ് ക്ലീനറിൽ ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ നല്ല തിളക്കം വന്നിട്ടാ. ഇപ്പോൾ ഗ്ലാസ്സാന്ന് പോലും അറിയാത്ത ആ ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട് നോമ്പിന് മുന്നേ എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടായിട്ടുണ്ടാവും അല്ലേ. ഇനി എനിക്ക് അത്രയേ ഉള്ളൂ, 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ഏകദേശം എല്ലാ പണിയും കഴിയട്ടെ. എൻ്റെ മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് ഗ്ലാസ് മാത്രമാണ്. അത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ലേറ്റായത്. പിന്നെ കുറേ ഹോസ്പിറ്റലിൽ പോലും തിരക്കും അങ്ങനെ എല്ലാം ആയതുകൊണ്ട് കുറേ എനിക്കങ്ങനെ ക്ലീനിങ് പണി എടുക്കാൻ പറ്റിയിട്ട. പിന്നെ അതെല്ലാം നമ്മൾ വീട്ടിലെ പണിയും പിന്നെ അതല്ലാണ്ട് എനിക്ക് പാസ്പോർട്ടിൻ്റെ പണി അതൊക്കെ ഉണ്ടോണ്ട് നമുക്ക് എന്നും ഇതുപോലത്തെ ക്ലീനിങ് പണി നടക്കലില്ല. വീട്ടിലെ പണിയെല്ലാമും ഇതാണെങ്കിൽ ഒരു ഉച്ച വരെയുള്ള പണി തന്നെ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുക്കാണ്ട് ഇങ്ങനെ ബാക്കിയായിപ്പോയത്. പക്ഷെ എടുത്തില്ല നമുക്കൊരു സമാധാനം ആവുന്നില്ല. അങ്ങനെ പിന്നെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇനിയിപ്പോൾ നാളെ മക്കൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ പിന്നെ ഓളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യും, നെയിലാൻ കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നാളെ ബെഡ്റൂമിലൊന്ന് കട്ടിലൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇടണം. അപ്പോൾ അതൊരു സന്തോഷമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ളൊരു സുഖമാണ് കേട്ടോ. ഈ കട്ടിൽ അപ്പുറപ്പുറം മറിച്ചിട്ട് കിടക്കുമ്പോൾ നല്ല സുഖമാണ്. കുറച്ചൊരു 1 വീക്കൊക്കെ കിടക്കാൻ നല്ല സുഖം ഉണ്ടാകും. പക്ഷെ എൻ്റെ ബെഡ്റൂമിൽ അങ്ങനെ കട്ടിലങ്ങനെ മാറ്റാനൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം വെയിറ്റ് കട്ടിലായതുകൊണ്ട് എനിക്കാനേ പറ്റാത്തൊരു തരം കട്ടിലാണ്. അതുകൊണ്ട് അത് മാറ്റിയിടാൻ പറ്റുന്നില്ല. എന്നാലും അപ്പുറത്തെ റൂമിലത്തെ കട്ടിലൊക്കെ അങ്ങനെ മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ട് നാളെ ഇൻഷാല്ലാ അതൊരു പണിയും കൂടി ബെഡ്റൂമിൻ്റെയും ഫുൾ ഗ്ലാസ് ക്ലീനായി ചെയ്തിട്ടാകുമ്പോൾ ഇൻഷാല്ലാ നാളെ 2 ദിവസത്തിനുള്ളിൽ എല്ലാ പണിയും കഴിയട്ടെ. അങ്ങനെ എല്ലാം അടിച്ചതിന് ശേഷം നല്ല പാല് തോർത്തിയിലെടുക്കുന്നുണ്ട്. സോഫൻ്റെ മൂലൊക്കെ കുറേ പൊടിയും മണ്ണും അവിടെ തന്നെ സോഫൻ്റെ അടിയിൽ എന്തായാലും എൻ്റെ മോപ്പൊന്നും അങ്ങനെ ഞാൻ അധികം പോലില്ല. മാച്ചിയും മോപ്പെല്ലാം അത്യാവശ്യം മാത്രമേ പോലുള്ളൂ കേട്ടോ. എല്ലാ സമയത്തും ഞാനിങ്ങനെ സോഫൻ്റെ അടിയൊന്നും അടിക്കലിൽ തോർത്തലൊന്നുമില്ല. മാച്ചി പോകുന്നത്ര മാത്രമേ അടിക്കും. ഇപ്പം ഇങ്ങനെ സോഫ നീക്കിയത് കൊണ്ട് നല്ല പാൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിന് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ മോപ്പിൽ തുറന്നുകൊണ്ട് തന്നെ അല്ലേ ഈസി ആയിട്ട് തോർത്താനും പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ കൈ തൊടാണ്ട് ചെയ്യുന്നത് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ മോപ്പിൽ തോർത്തുമ്പോൾ. അങ്ങനെ ഓരോരോ സൈഡേ തോർത്തിയിട്ട് സോഫയിൽ ഇങ്ങനെ നീക്കി വെച്ചിന് കേട്ടോ. ഒരു സൈഡ് തോർത്തിയതിന് ശേഷം സോഫയെ നീക്കിയതിന് ശേഷം പിന്നെ രണ്ടാമത് അതിൽ തോർത്തിയിട്ടാണ് സോഫനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പാല തോർത്തുമ്പോൾ നല്ല പാല ക്ലീനിങ്ങിലെ മരുന്നൊക്കെ ഇട്ടിട്ട് തന്നെയാണ് തോർത്തിയത്. കാരണം ചണ്ടിയോടെ വെക്കുമ്പോൾ സ്മെല്ല് വരണ്ടാന്ന് വിചാരിച്ച്. ഈ സോഫേൻ്റെ അടുത്തൊന്നും ക്ലീൻ ആക്കാൻ അത്ര പണി ഉണ്ടായില്ല. ഈ ഡൈനിങ് ഹോളും ലിവിംഗ് ഒന്നും ക്ലീൻ ആക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചത്. ഇപ്പോൾ ഗ്ലാസ്സിന് നിങ്ങൾ കാണുന്നില്ലേ, നല്ല രസമായിരുന്നു കേട്ടോ. ഗ്ലാസ് അടിപൊളിയായിരുന്നു. ഗ്ലാസ് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പണി പറ്റിയിട്ടുണ്ടാകും ഈ ബെഡ്റൂമിന് കേട്ടോ. അവരുണ്ട് കച്ചറ പറ്റ കൊടുന്നിട്ട് കൂട്ടിയിട്ടുണ്ടാകും. ആ ബെഡ്റൂം ക്ലീൻ ആക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് മടിയാകുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സെല്ലാം അടിപൊളിയായിന്. പിന്നെ ചൂട് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ ഫാൻ ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ എല്ലാ പണിയും നടക്കുന്നുള്ളത്. ഫാനിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് സോഫൻ്റെ കോട്ടിങ്ങൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞില്ലേ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എന്തോ ഒരു പുതിയ വീട് എടുത്തിട്ട് വന്ന പോലെ ആ ഒരു ഫീലിങ്സ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിന്. കച്ചര എന്ന് വെച്ചാൽ അമ്മാതിരി കച്ചര സോഫൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അടിപൊളിയായിട്ടാണ്. പിന്നെ ഇതൊരു പോട്ടും കൂടി അതിൻ്റെ ഇടയിൽ ഇത് പാർട്ടീഷൻ്റെ സൈഡിലേക്ക് ഒരു പോട്ടും കൂടി വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ അടിപൊളിയാകുമ്പോൾ ഇതെല്ലാം വെച്ചെടുത്ത് മാറ്റുമ്പോൾ നമുക്കെന്തോ അടന്തോ ഒന്നും ഒഴിഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം വെച്ചെടുത്ത് തന്നെ വെച്ചിട്ടാ. മാറ്റി വെക്കുമ്പോൾ അതൊരു ശരിയാകുന്നില്ല. എന്തും ഉള്ളിടത്ത് തന്നെ അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ എനിക്കതൊരു എന്താ പറയുന്ന ഒരു സമാധാനക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെച്ചെടുത്ത് തന്നെ അങ്ങനെ വെച്ചിട്ടാ. ഞാൻ എന്തും ഉണ്ടെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉള്ളത് പോലെ തന്നെ കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടതുപോലെ തന്നെ എല്ലാം വെച്ചിട്ടാ. ഇതുപോലത്തെ ഒരു കുഞ്ഞി ലാഡർ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈസിയിൽ കയറിയിട്ട് എല്ലാം വെക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഈ ലാഡർ തന്നെയായിട്ട് യൂസ് ആക്കുന്നത്. ക്യാബിൻ്റെ മുകളിൽ കയറാനാണെങ്കിലും ഇതുപോലത്തെ സാധനം എടുക്കാനും വെക്കാനും എല്ലാത്തിനും ഈ ലാഡർ തന്നെയായിട്ട് യൂസ് ആക്കുന്നുള്ളത്. എന്താ വെച്ചാൽ വെയ്റ്റ്ലെസ് ലാഡറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും സുഖം തന്നെയാണ്. നേരെ മടക്കി വെക്കാനും കൂടി പറ്റുന്നുണ്ട്. അപ്പോൾ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഡൈനിങ് ഹോളിൽ കേട്ടോ. ഡൈനിങ് ഹോളിൽ 2 ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായി ഇത് തൊട്ടിട്ടേ ഇല്ല കേട്ടോ ഇതുവരെ. ഇങ്ങനെ പഴഞ്ചില അതിൻ്റെ ചെറിയ പീസിലേക്കെല്ലാം പഴഞ്ചില കെട്ടിയിട്ടും പൊടി കെട്ടിയിട്ടും കുറേ ആയിട്ടാണ് വിചാരിക്കുന്നുള്ളത്. പിന്നെ അത് ഇങ്ങനെ ഇനിയിപ്പോൾ നനച്ചുകുളി സമയത്ത് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കായിരുന്നു. അങ്ങനെ 2 ഹാങ്ങിങ് ലൈറ്റും അതും അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ്. പിന്നെ ഇതാ കാണുന്ന 2 ഗ്ലാസും ക്ലീൻ ആക്കാനുണ്ട്. അതിനിപ്പോൾ നാളെ ഇൻഷാല്ലാ നാളെ ക്ലീൻ ആക്കണം. ഇത് പ്രയർ ഹോളിൻ്റെ അടുത്തുള്ള ജനലാണ് കേട്ടോ. ആ ജനലും ഗ്ലാസ്സൊക്കെ പുറത്തുനിന്ന് തുടക്കാൻ ചുളിന്ന് തുടക്കാൻ പാടാണ്. അപ്പോൾ പുറത്ത് ഇതുപോലത്തെ ലാഡർ വെച്ചിട്ട് തുടക്കാമെന്ന് വിചാരിച്ച് ജനലിൻ്റെ ഗ്രില്ല് മാത്രമായിട്ടാണ് തുടച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജനലിൽ തുടച്ചതിന് ശേഷമല്ലേ പിന്നെ ഇനി വരുന്നുള്ളത് ഡൈനിങ് ഹോളിൽ തന്നെ വലിയൊരു ജനലുണ്ട് കേട്ടോ. 2 വലിയ ജനലുണ്ട്. അതും മുന്നേക്കെ തുറക്കലും ഇങ്ങനെ കർട്ടൻ പോക്കി വെക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശേഷം തുറക്കലേ ഇല്ല കേട്ടോ. കാരണം വെച്ചെങ്കിൽ
ഓൾറെഡി വീട്ടിൽ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ പിന്നെ അതും കൂടി വെറുതെ വേണ്ടാന്ന് വെച്ചിട്ട് അത്യാവശ്യത്തിന് വെളിച്ചമുണ്ട്, കർട്ടനൊന്നും പൊക്കലേ ഇല്ല. അങ്ങനെ അതെല്ലാം തുറന്നിട്ടാകുമ്പോൾ അൽഹംദുലില്ലാ സമാധാനം എന്ന് പറയില്ല, അത്രയും കച്ചറ പഠിച്ചോണം അതിലുണ്ടായിരുന്നത്. വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കിച്ചണ്ടതും ഡൈനിങ് ഹോളിൻ്റെതും എല്ലാ പൊടിയും കച്ചറയും അതിലേക്ക് തന്നെ പോയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം മണ്ണ് ഈ ജനലിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല പങ്ങളെ ഞാൻ തുടച്ചെടുത്തിന്. പിന്നെ കച്ചറ വീട്ടിനുള്ളിൽ ഫുള്ള് കച്ചറായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നതിന് ശേഷം കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുള്ളത്. വെച്ചെങ്കിൽ ഹോളിൽ ഫുള്ള് കച്ചറായിട്ടുണ്ടായിരുന്നു. വെച്ചെങ്കിൽ 2 ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് ഹോളിൻ്റെയും 2 ക്ലീൻ ചെയ്തുകൊണ്ട് ഫുള്ള് കച്ചറ ഹോളിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ടേബിളും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ആക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹോളിലും വരുന്ന ജനലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടാകുന്നില്ല. വെച്ചെങ്കിൽ പുറത്തുനിന്ന് പൊടി പാറിയിട്ടെല്ലാം നല്ലോണം ജനലിലാണെങ്കിലും എല്ലാം പൊടി ഉണ്ടാകുന്നു. നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന സ്ഥലമാണല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഉണ്ട്. വാഷിംഗ് ഏരിയ എല്ലാം ഉള്ള സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൊടിയും മണ്ണ് അതിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ. ഇന്നത്തെ എല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.